ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലു മൊബൈലിലൂടെ ഒരു പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ സ്പാം ഇമെയിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ സ്പാം ഫോൾഡർ എന്താണ്, സ്പാം ഫോൾഡറിനുള്ളിൽ പോയി എങ്ങനെ നമുക്ക് സ്പാം ഇമെയിൽസ് കണ്ടുപിടിക്കാൻ സാധിക്കും എന്നൊക്കെയുള്ളത് നോക്കാനാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇതിന് മുമ്പായിട്ട് ഉടൻമണത്തിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പലർക്കും ഉടൻമണത്തിൽ നിന്ന് വരുന്ന ഇമെയിൽസ് ഒന്നും ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ അത് എവിടെയാണ് പോയെന്ന് മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ സ്പാം ഫോൾഡർ ചെക്ക് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആർക്കും അത് സ്പാം ഫോൾഡർ ഇവിടെ ചെക്ക് ചെയ്യാൻ അറിയുന്നില്ല. ആ ഒരു കേസിലാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വന്നത്. അപ്പോൾ സ്പാം ഫോൾഡർ എന്ന് പറഞ്ഞാൽ പൊതുവെ എന്താണെന്ന് വെച്ചാൽ, സ്പാം ഇമെയിൽസ് പോയി കിടക്കുന്നതാണ് സ്പാം ഫോൾഡർ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ സ്പാം ഇമെയിൽസ് എന്താണ്? സ്പാം ഇമെയിൽസ് എന്ന് പറയുന്നത് നമുക്ക് ചിലപ്പോൾ പലപ്പോഴായി ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നുന്ന ചില ഇമെയിൽസ് ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ മൂവ് ടു സ്പാം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഇമെയിൽ അഡ്രസ്സിൽ നിന്ന് വരുന്ന എല്ലാ ഇമെയിൽസും പോയി കിടക്കുന്നത് സ്പാം ഫോൾഡറിനുള്ളായിരിക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മെയിൻ ഇൻബോക്സിനുള്ളിൽ ഇത് വന്ന് കിടക്കില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് എളുപ്പമാണ് കാര്യങ്ങൾ. കാരണം ഈ ഒരു ഇമെയിൽ നമുക്ക് ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നുകയാണെങ്കിൽ അത് വെറുതെ നമുക്കത് കണ്ടുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഇൻബോക്സിനുള്ളിൽ അത് ജസ്റ്റ് മാറിപ്പോയി ഈ ഒരു സ്പാം ഫോൾഡറിനുള്ളിലോട്ടാണ് പോയി കിടക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ സ്പാം ഫോൾഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ, ചിലപ്പോൾ ഇനിയിപ്പോൾ ഈ മനോരമയിൽ നിന്ന് വരുന്ന ഈ ഒരു മെയിൽ നിങ്ങൾക്ക് ചിലപ്പോൾ സ്പാം ഫോൾഡറിനുള്ളിൽ പോയി കിടന്നേക്കാം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്പാം ഫോൾഡറിനുള്ളിൽ കൂടെ ഒന്ന് പോയി ചെക്ക് ചെയ്യാമെന്നായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഇനി സ്പാം ഫോൾഡർ തുറക്കുക, എങ്ങനെയാണ് അതിനുള്ളിൽ പോയി ചെക്ക് ചെയ്യാന്ന് കൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം പോകുന്നത് ജസ്റ്റ് മനോരമ അല്ല, നമ്മൾ ആദ്യം പോകുന്നത് ഈ ഒരു നമ്മുടെ ഗൂഗിൾ ക്രോം ഉണ്ടല്ലോ, അതിലാണ് ഞാൻ ആദ്യം പോയി ചെക്ക് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഗൂഗിൾ ക്രോമിൽ പോയിട്ട് ഞാൻ എൻ്റെ ജിമെയിൽ ID കൊടുക്കാൻ പോവാണ്. രണ്ട് ടൈപ്പിലും ഞാൻ കാണിക്കുക, അതിലും കാണിക്കുക, ആപ്പിലും എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം ഞാൻ ജിമെയിൽ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ബ്രൗസറിൽ നമ്മുടെ ജിമെയിൽ ID തുറന്നു വന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻബോക്സ്. നേരെ പോകുന്നത് ഇൻബോക്സിലോട്ടായിരിക്കും. അപ്പോൾ നമുക്ക് സ്പാം ഫോൾഡറാണ് എവിടെയാണെന്ന് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം ലെഫ്റ്റ് സൈഡ് കാണുന്ന ആ ഒരു 3 ഡാഷ് കണ്ടോ, അതിലാണ് ഞാൻ ക്ലിക്ക് ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം നിങ്ങൾ കുറച്ച് താഴോട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് മോർ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിന് തൊട്ട് താഴെയായിട്ട് ഓൾ മെയിൽ ഉണ്ട്, ട്രാഷ് ഉണ്ട്, അതിന് താഴെയാണ് സ്പാം. ഇപ്പോൾ ഈ ഒരു സ്പാം ആണ് നമ്മൾ പറയുന്ന സ്പാം ഫോൾഡർ. അപ്പോൾ ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കാണിക്കാം. അത് തുറന്നപ്പോൾ കണ്ടോ, ഇതെനിക്ക് കൊഡാക് 811 ഇതുപോലെ പല ആവശ്യമില്ലാത്ത മെയിൽസ് ഇങ്ങനെ വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഓൾറെഡി ഒരു പ്രാവശ്യം അതിനെ സ്പാമിലോട്ട് ഇട്ടു, മൂവ് ടു സ്പാം കൊടുത്തു. അതിന് ശേഷം അവരുടെ, അതായത് സെയിം ഇമെയിൽ ഐഡിയിൽ നിന്ന് വരുന്ന എല്ലാ ഇമെയിൽസും പോകുന്നത് ഈ സ്പാം ഫോൾഡറിലോട്ടാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു സ്പാം ഫോൾഡറിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യണമെങ്കിൽ, അതായത് ഉടൻമണത്തിനാണെങ്കിൽ ഉടൻമണത്തിന്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മെയിലാണ് നിങ്ങൾക്ക് വരുന്നില്ല, നിങ്ങൾക്ക് പല പ്രാവശ്യം അയച്ചിട്ടും അത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് പോയിട്ട് ഈ ഒരു സ്പാം ഫോൾഡറിനുള്ളിൽ പോയി ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അതിനുള്ളിൽ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് സ്പാം ഫോൾഡർ എന്ന് പറയുന്നത്. അതിന് ശേഷം ഇനിയിപ്പോൾ ഞാൻ അടുത്തായിട്ട് കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമുക്ക് ജിമെയിൽ ആപ്പിനുള്ളിൽ പോയിട്ട് സ്പാം ഫോൾഡർ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ജിമെയിൽ ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ എൻ്റെ ജിമെയിൽ ഓപ്പണായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം പല ഇമെയിൽസ് ഉണ്ട് ഇതിൽ. അപ്പോൾ ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ സ്പാം പോലെ തന്നെയാണ്, കാരണം എല്ലാം പ്രൊമോഷണൽ ഇമെയിൽസ് ആണ്. അപ്പോൾ നമുക്ക് നോക്കേണ്ടത് എങ്ങനെയാണ് സ്പാം ഫോൾഡർ എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതും നമ്മൾ സെയിം കണ്ട പോലെ തന്നെ ലെഫ്റ്റ് സൈഡ് കാണുന്ന ഒരു 3 ഡാഷ് ഞാൻ ക്ലിക്ക് ചെയ്യാൻ പോകുന്നത്. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് താഴോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം സ്പാം എന്ന് പറഞ്ഞിട്ടൊരു അലേർട്ട് സിമ്പിളൊക്കെ കാണാം. അത് ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. കണ്ടോ, എനിക്ക് ഇതിലും വന്നിട്ടുള്ളത് ഏകദേശം ആ ഒരു തന്നെയാണ്. അതായത് കൊഡാക്കിൻ്റെ 811 എന്ന് പറയുന്ന ഈ ഒരു ഇതിൽ പല പ്രാവശ്യവും വന്നപ്പോൾ ഞാനത് മൂവ് ടു സ്പാം കൊടുത്തതാണ്. അപ്പോൾ എനിക്കിനി സ്പാം ഫോൾഡർ മൊത്തമായിട്ട് കളയണമെന്നുണ്ടെങ്കിൽ എനിക്കിവിടെ എംപ്റ്റി സ്പാമും അതൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ അതിലോട്ടൊന്നും കിടക്കുന്നില്ല. ബേസിക് ആയിട്ട് എങ്ങനെ നമുക്ക് സ്പാം ഫോൾഡർ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾ ഉടൻമണത്തിനാണ് ആവശ്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഇതുപോലെ സ്പാം ഫോൾഡറിന് ഉള്ളിലോട്ട് പോവുക. അതിനുശേഷം ഇവിടെ ഉടൻമണത്തിൻ്റെ, അതായത് അവർ മനോരമാമാക്സ് എന്നായിരിക്കും അയച്ചിട്ടുണ്ടാവുക. മനോരമാമാക്സിൻ്റെ ഏതെങ്കിലും ഇമെയിൽ ഉണ്ടോ എന്ന് ഈ ഒരു സ്പാം ഫോൾഡറിനുള്ളിൽ ചെക്ക് ചെയ്യാം. അപ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഓപ്പൺ ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾക്കത് ഇൻബോക്സിലോട്ട് ഇടണം എന്നുണ്ടെങ്കിൽ, അതായത് മനോരമാമാക്സിൻ്റെ ഇത് നിങ്ങൾക്ക് ഇൻബോക്സിലോട്ട് ഇടണം എന്നുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് ഇതുപോലെ കുറച്ച് നേരം ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു ടിക്ക് കാണാം കണ്ടോ. അതിന് ശേഷം ഞാൻ ചെയ്യാൻ പോകുന്നത് മുകളിൽ കാണുന്ന ഒരു 3 ടിക്ക് ഉണ്ടല്ലോ, 3 ഡോട്ട് ഉണ്ടല്ലോ, അതാണ് ഞാൻ ക്ലിക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ അതുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ പോകണം. ഓക്കെ, ഇനിയിപ്പോൾ എനിക്ക് മൂവ് ടു എന്ന് പറഞ്ഞിട്ടുണ്ട്, മുകളിൽ കാണാം. ആ ഒരു മൂവ് ടു ആണ് ഞാൻ ക്ലിക്ക് ചെയ്യുന്നത്. ഇവിടെ ആയിട്ട് എനിക്ക് ഏരിയയിലോട്ട് മൂവ് ചെയ്യണം എന്നുണ്ട്. അപ്പോൾ ഇതിലെനിക്ക് പ്രൈമറി കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ അത് എൻ്റെ ഇൻബോക്സിലോട്ട് പോയി കിടക്കും ഈ ഒരു സ്പാം ഇമെയിൽ. ഓക്കെ, അപ്പോൾ ഇത് എല്ലാത്തിനും ഇങ്ങനെ ചെയ്യണമെന്നില്ല. കാരണം നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഇമെയിൽസ് ഒരിക്കലും നിങ്ങൾ പ്രൈമറിയിൽ ഇടേണ്ട ആവശ്യമില്ല. അത് സ്പാമിൽ തന്നെ കിടക്കട്ടെ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ള ഇമെയിൽ സ്പാമിൽ പോയി കിടക്കണമെങ്കിലാണ് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഉള്ളത്.
അപ്പോൾ എന്തായാലും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഭയങ്കര ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. അത് ഉടൻ പണത്തിനാണെങ്കിലും ശരി, മറ്റാവശ്യങ്ങൾക്കാണെങ്കിലും ശരി, നിങ്ങൾക്ക് ഇത് എന്തായാലും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. അപ്പോൾ എന്തായാലും നമ്മൾ അടുത്ത എപ്പിസോഡിൽ വീണ്ടും നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെയും ബൈ ബൈ.